വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഒടുവിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. യൂറോപ്പ് വലതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് വഴിമാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവിടെയുള്ള കുടിയേറ്റ ഭീകരതയും കുടിയേറിയ ആൾക്കാർ കാണിക്കുന്ന വലിയ രീതിയിലുള്ള അട്രോസിറ്റീസുമാണ്. ലണ്ടൻ നമുക്കറിയാം, ലണ്ടനിലെ മേയർ പോലും ഇപ്പോൾ ഒരു പ്രത്യേക മതസ്ഥനായി മാറിയിരിക്കുന്നു. ഇംഗ്ലണ്ടിലെ പല വീഥികളിലും ഇന്ന് ഒരു റാലി പോലും ഇല്ലാത്ത ഒരു ദിവസം പോലും ഇല്ല. കാരണം ശരീഅത്ത് നിയമം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പല തരത്തിലുള്ള കുടിയേറ്റക്കാരും അഭയാർത്ഥികളും റാലി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസിലാണെങ്കിൽ കഴിഞ്ഞ ദിവസം കൂടെ ഒരു വാർത്ത പുറത്തു വന്നതേ ഉള്ളൂ, ഒരു ഭീകരാക്രമണം നടന്നിട്ടുണ്ട്. ന്യൂസിലൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ 7 ക്രിസ്ത്യൻ പള്ളികൾ കത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ യൂറോപ്യൻ ന്യൂസ് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഈ അഭയാർത്ഥികളുടെ അല്ലെങ്കിൽ ഈ മതഭീകരതയുടെ ഒരു വാർത്ത പോലും ഇല്ലാത്ത ഒരു നാള് കടന്നു പോയിട്ടില്ല. ഇതിനെയൊക്കെ കൂടുതൽ സ്ട്രോങ് ആയിട്ട് പ്രതിരോധിച്ചുകൊണ്ടിരുന്നത് ജർമ്മനിയിലെ AfD എന്ന് പറയുന്ന വളരെയധികം തീവ്ര വലതുപക്ഷമായിട്ടുള്ള പാർട്ടിയാണ്. ഈ തീവ്ര വലതുപക്ഷമായിട്ടുള്ള പാർട്ടി ജർമ്മനിയിൽ ഇപ്പോൾ ഒരു വലിയ അറ്റാക്ക് ഉണ്ടായി. 2-3 അറ്റാക്ക് ബാക്ക് ടു ബാക്ക് ഉണ്ടായി. അപ്പോഴെല്ലാം ഈ തീവ്ര വലതുപക്ഷ പാർട്ടി, അവിടെ ഒന്നാമത് ഇലക്ഷൻസ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു, ഈ പാർട്ടി വളരെയധികം ശക്തിപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇപ്പോൾ ഇലക്ഷന്റെ റിസൾട്ട് ഇന്ന് വരുമ്പോൾ വലതുപക്ഷമാണ് അവിടെ വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CDU CSU, ഫ്രെഡറിഷ് മേഴ്സ് എന്ന് പറയുന്ന ആള് ജർമ്മനിയുടെ തലപ്പത്ത് വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ക്രിസ്ത്യൻ ഡെമോക്രാറ്റ്സ്, അതായത് ഒരു ക്രിസ്ത്യൻ ഭരണകൂടമാണ് ജർമ്മനിയിൽ ഇനി വരാൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 208 സീറ്റുകളുമായി 28.52% വോട്ടുകളുമായി അവർ മുന്നിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി 3-ാം സ്ഥാനത്ത് പിന്തള്ളപ്പെട്ടിട്ട് ജർമ്മനിയുടെ തീവ്ര വലതുപക്ഷ പാർട്ടിയായിട്ടുള്ള AfD, ഇത് ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ജർമ്മനിയിൽ നിന്ന് കുടിയേറ്റക്കാരെ സമ്പൂർണ്ണമായിട്ടും ഞങ്ങൾ അടിച്ചിറക്കും എന്ന് പറയുന്ന AfD 2-ാം സ്ഥാനത്ത് 152 സീറ്റുകൾ. അത് നമ്മൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ട ഒരു സംഭവമാണ്. വളരെയധികം സീറ്റുകൾ അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 152 സീറ്റുകൾ. ആദ്യം നിൽക്കുന്ന പാർട്ടി 208 സീറ്റുകളുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 20.8% വോട്ടുകൾ അവർക്കുണ്ട്. അപ്പോൾ ജർമ്മനി മാറുകയാണ് എന്നുള്ളതല്ലേ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പോരാത്തതിന് ഈ പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കുടിയേറ്റക്കാരെ കുറിച്ചുള്ള ഒരു സമ്പൂർണ്ണ നയം അവർ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ ട്രംപ് തന്നെ അമേരിക്കയിൽ ഒരു കാര്യം തുടങ്ങി വെച്ചിട്ടുണ്ട്. അവിടെ അനധികൃതമായി കുടിയേറിയ ആൾക്കാരെയൊക്കെ പുറത്തേക്ക് വിടണം എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് പല ആൾക്കാരെയും പുറത്താക്കുന്നുണ്ട്. അപ്പൊ യൂറോപ്പ് പലപ്പോഴും ഈ കുടിയേറ്റക്കാരോട് ഒരു മൃദു സമീപനം സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിപ്പോ ഇംഗ്ലണ്ട് ആയിരുന്നാൽ പോലും, ലണ്ടൻ ആയിരുന്നാൽ പോലും, സ്വിറ്റ്സർലാൻഡ് ആയിരുന്നാൽ പോലും. സ്വിറ്റ്സർലാൻഡ് ഒക്കെ പറയുന്നത് കുടിയേറ്റക്കാർക്ക് അങ്ങോട്ട് പൈസ തന്ന് ഞങ്ങൾ നിങ്ങളെ പുറത്താക്കിക്കൊള്ളാം, അതായത് നിങ്ങൾക്ക് ജീവിക്കാനുള്ള പൈസയൊക്കെ ഞങ്ങൾ തരാം, നിങ്ങൾ ഇവിടെ നിന്ന് പോയാൽ മതി എന്നൊക്കെയുള്ള ഒരു അനുഭാവപൂർണ്ണമായിട്ടുള്ള ഒരു നിലപാടാണ് എടുക്കുന്നത്. എന്നിട്ട് പോലും കുടിയേറ്റക്കാർ അവിടെ നിന്ന് പോകാനായിട്ട് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ജർമ്മനിയിൽ വീണ്ടും ഇവര് അധികാരത്തിൽ വരുമ്പോൾ, ഞാൻ 2-3 ആർട്ടിക്കിൾസ് ഇപ്പോൾ തന്നെ വായിച്ചത്, ഹിറ്റ്ലർ ഭരണം വീണ്ടും വരാൻ പോവുകയാണ് എന്നാണ് ഇവർ പറയുന്നത്. എന്താണ് ഇതിന്റെ വസ്തുത? സത്യമുണ്ടോ ഇതിൽ? കുടിയേറ്റക്കാരുടെ ഗതി എന്താവും? കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയം നമ്മുടെ CPM-ന്റെ ഫാസിസ്റ്റ് പ്രസ്താവനയാണ്. എല്ലാവരും ഉപയോഗിച്ച വാക്ക് നവ ഫാസിസം, നിയോ ഫാസിസം എന്നാണ് അവർ ഉപയോഗിച്ചത്. അതിന്റെ അവരിതിപ്പോ കേൾക്കാൻ ഈ ജർമ്മനിയിലെ തീവ്ര വലതുപക്ഷത്തിന് മുന്നേറ്റത്തെ അവരങ്ങനെ പറഞ്ഞില്ല. പക്ഷെ നിയോ നാസിസം എന്ന് മുൻപ് മാധ്യമങ്ങളൊക്കെ എഴുതിയിരുന്ന ഒരു ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്ന് പറയുന്ന ഒരു പാർട്ടി 2013 രൂപം കൊണ്ട ഒരു പാർട്ടി. ആ പാർട്ടിയില് പ്രൊഫസർമാരും മാധ്യമ പ്രവർത്തകരും ഒക്കെ തുടങ്ങി വെച്ചൊരു പാർട്ടി. കോൺറാഡ് ആദം എന്ന് പറയുന്നൊരു മാധ്യമ പ്രവർത്തകനുണ്ട്, അലക്സാണ്ടർ ഗാലന്റ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനുണ്ട്, ചില കോളേജ് പ്രൊഫസേഴ്സ് ഉണ്ട്. അങ്ങനെ അവർ തുടങ്ങി വെച്ച ഒരു പാർട്ടിയായിരുന്നു ഈ പറയുന്ന ഈ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്ന് പറയുന്നത്. കഴിഞ്ഞ 10 വർഷത്തിൽ നമ്മുടെ യൂറോപ്പിന്റെ ഒരു രാഷ്ട്രീയ ഭൂപടം പരിശോധിച്ച് നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഈ തീവ്ര വലതുപക്ഷം, പ്രത്യേകിച്ച് ഈ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടികൾ, അത് എത്ര ചെറുതാണെങ്കിലും വളരെ വേഗത്തിൽ അതിന് വളർച്ച പ്രാപിക്കുന്നു. അതെനിക്ക് തോന്നുന്നത്, നമുക്ക് അത് ശരിക്കും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് യൂറോപ്പിൽ മാത്രമല്ല, ഇന്ത്യയിൽ പോലും 2014 അത്തരം ഒരു ആശയവുമായിട്ടായിരുന്നു BJP കടന്നു വരുന്നത് 10 വർഷം മുമ്പ്. ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോ ഇവിടെ ഇറ്റലിയിലാണെങ്കിൽ തന്നെ ബ്രദേഴ്സ് ഓഫ് ഇറ്റലി, മെലാനിയുടെ പാർട്ടി 2012 രൂപം കൊള്ളുന്നത്. അതുപോലെ തന്നെ റിഫോംസ് UK 2018 രൂപം കൊള്ളുന്നത്. അതുപോലെ തന്നെ അനവധി ചെറിയ പാർട്ടികൾ രൂപപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രാൻസിലെ പാർട്ടി പുതിയ പാർട്ടിയല്ല, നാഷണൽ റാലി എന്ന് പറയുന്നിട്ട് അവിടെ ഒരു പാർട്ടിയുണ്ട്. അത് 1972 രൂപീകരിച്ച ഒരു പാർട്ടി. അപ്പം ഈ പാർട്ടികളൊക്കെയാണ് ഇപ്പോൾ അവിടുത്തെ കരുത്തായി മാറുന്നത്.
എന്തുകൊണ്ട് ഇവർ കരുത്തായി മാറുന്നു? ഇപ്പൊ ജർമ്മനിയിലെ ഇപ്പോൾ നമ്മൾ ഏറ്റവും പുതിയ ഈ വോട്ടെടുപ്പിന് ശേഷം നടന്നിട്ടുള്ള ഒരു എക്സിറ്റ് പോൾ എന്ന് തന്നെ പറയാം. എക്സിറ്റ് പോൾ അല്ല, അവിടുത്തെ ഏകദേശം ഒരു കറക്റ്റ് തന്നെയാണ്. കാരണം അവിടുത്തെ ഇപ്പോൾ ഉള്ള ജർമ്മൻ ചാൻസലറൊക്കെ പരാജയം സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇവിടെ ഈ ഭരണകക്ഷിക്ക് ലഭിച്ചത് 29% വോട്ടും, രണ്ടാം സ്ഥാനത്തുള്ള ഈ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനിക്ക് ലഭിച്ചത് 20.67% വോട്ടുമാണ്. അതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം. ഈ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പിന് നേരിട്ട ഒറ്റ മുദ്രാവാക്യവുമായിട്ടാണ്. അതായത് അനധികൃത കുടിയേറ്റക്കാരായിട്ട് ഇവിടെ എത്തിയവർ തങ്ങളുടെ ആളുകളെ കൊന്നൊടുക്കുന്നു, ഞങ്ങൾ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ അവരെ പുറത്താക്കുക തന്നെ ചെയ്യും, ജർമ്മനി ജർമ്മനിക്കാർക്ക്, ഇല്ലെങ്കിൽ ജർമ്മനിക്കാർക്ക് എന്നല്ല ഇവർ പറഞ്ഞത്, ജർമ്മനി ആദ്യം, ജർമ്മനിയുടെ ദേശീയതയാണ് വേണ്ടത്, അല്ലാതെ ഇവിടെ കുടിയേറി പാർത്തവര് ഞങ്ങളെ കൊല്ലുന്ന സാഹചര്യത്തിൽ നിന്ന്. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ അന്നാണോ തലേ ദിവസമാണോ എന്നറിയില്ല, കഴിഞ്ഞ ദിവസം നമ്മളും കൊടുത്തിരുന്ന വാർത്ത എനിക്ക് തോന്നുന്നു, ജർമ്മനിയിൽ ഒരു കത്തിക്കുത്ത് നടന്നൊരു, അത് ഈ വോട്ടെടുപ്പ് ദിവസം തന്നെയായിരുന്നു ആ കത്തിക്കുത്ത് നടന്നത്. ഇതെല്ലാം ആ പാർട്ടിക്ക് വലിയ മുന്നേറ്റം നൽകിയെന്ന് പറയാം. അപ്പോൾ അവരധികാരത്തിൽ വരുമോ എന്നൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല. പക്ഷെ അവരില്ലാതെ ഭരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. കാരണം ഈ 29% വോട്ട് നേടിയ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയുമോ എന്നറിയില്ല. ഇപ്പോഴത്തെ ഭരണകക്ഷി, അതായത് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയും തമ്മിൽ ഒന്നിക്കാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും അത് എത്ര നാൾ മുൻപോട്ട് പോകും എന്നറിയില്ല. ഇതിന് സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഫ്രാൻസിൽ നമ്മൾ കാണുന്നത്, മാക്രോണിനെ കാണുന്നത്. മാക്രോണിന്റെ അവിടെ ഈ നാഷണൽ റാലി പാർട്ടി 33% നേടി ഒരു നിർണായക റോളിലേക്ക് ഫ്രാൻസിൽ മാറി. അവിടെയാണ് മാക്രോണിന്റെ നിലപാടുകൾ മാറ്റുന്നത്. അദ്ദേഹം ഒരു തീവ്ര ദേശീയതയുടെ ആളായി മാറുന്നു, തീവ്ര വലതുപക്ഷത്തിന്റെ ആളായി മാറുന്നു. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ലൈൻ മാറ്റുന്നത് ഈ നാഷണൽ റാലി പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തി കണ്ടുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അവരും ഒരു ഉദയം പ്രാപിക്കും. നമ്മൾ കണ്ടതാണ് ഇറ്റലി, മെലോണിയുടെ പാർട്ടി എന്താണ് ബ്രദേഴ്സ് ഓഫ് ഇറ്റലി എന്ന് പറയുന്ന പാർട്ടി ഒരു കൊടുങ്കാറ്റായി മാറുകയും മെലോണി അധികാരത്തിൽ ഏറുകയും ചെയ്തതും നമ്മൾ കണ്ടതാണ്. ഇവിടെയൊക്കെ അതുപോലെ UK റിഫോം UK എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടി ഈ 2024 UK തെരഞ്ഞെടുപ്പ് 5 സീറ്റ് അവർ നേടി. 2018 രൂപീകരിച്ച പാർട്ടിയാണ്. ബ്രിട്ടന്റെയൊക്കെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ രണ്ടു പ്രഗത്ഭരായ പാർട്ടിയുടെ ഇടയ്ക്കൊക്കെ ഇത്രയും സീറ്റ് നേടിക്കൊണ്ട് വരുന്നത്. ജർമ്മനിയുടെ ചരിത്രത്തിലും ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ലോകത്തെമ്പാടും ഈ തീവ്രവാദികളുടെ ഒരു കടന്നുകയറ്റം, അത് ഈ അഭയാർത്ഥികളായി വന്നവരെ ആണ് യൂറോപ്പിൽ അടക്കം ഈ തീവ്രവാദികളായി മാറുകയും വലിയ അക്രമകാരികളായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. എന്നാൽ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ പുറത്തു നിന്നുള്ള ഭീകരരെയാണ് നമ്മൾ ബുദ്ധിമുട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെയാണ് രാജ്യത്തിന്റെ സുരക്ഷ ഈ ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ ജനങ്ങൾ ഒരു വലിയ പരിഗണന നൽകുന്നു എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ പലരും സംസാരിക്കുമ്പോൾ, അതായത് BJP താല്പര്യമില്ലാത്തവരും പറയുന്ന ഒരു കാര്യമുണ്ട്, നരേന്ദ്രമോദി ഇരിക്കുമ്പോൾ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് പുറത്തുനിന്നുള്ള അറ്റാക്ക് വരില്ല എന്ന്. ഒരുപക്ഷെ മോദിയുടെ നയങ്ങളെ എതിർക്കുന്നവരുണ്ട്, സാമ്പത്തിക നയങ്ങളെയും അവരുടെ BJPയുടെ പൊളിറ്റിക്സിനെയും എതിർക്കുമ്പോഴും അവർ പറയുന്നു BJP ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ രാജ്യം കുട്ടിച്ചോറാകും, ഈ രാജ്യത്ത് ഈ മതതീവ്രവാദികൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് അവർക്ക് ഒരു ഉറച്ച വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന്റെ കരുത്തിൽ കൂടിയാണ് 2024 വലിയ പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടും നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകുന്നു. ഇത് തന്നെയാണ് ലോകത്തെമ്പാടും സംഭവിക്കുന്നത്. ഇത്തവണ നമ്മൾ ഈ ട്രംപിന്റെ ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ഓൾട്ടർനേറ്റീവ് ജർമ്മൻ പാർട്ടിയെ മസ്കും ട്രംപും ഒക്കെ പിന്തുണച്ചിരുന്നു കേട്ടോ. യൂറോപ്പിലെ പിന്നെ അങ്ങനെ ഒരു ഇതുണ്ട്. അവിടെ ഈ പല രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയനിൽ പെടുന്ന രാജ്യങ്ങളൊക്കെ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ആ ഒരു നിലപാട് പറയുകയും അവരെ തോൽപ്പിക്കണമെന്ന് പറയുകയും ഒക്കെ ചെയ്ത് പ്രചരണം നടത്താറുണ്ട്. പക്ഷെ ഇവിടെ ട്രംപ് പ്രചരണത്തിനൊന്നും പോയിരുന്നില്ല. പക്ഷെ മസ്ക് ട്വീറ്റ് ചെയ്യുകയും ഒപ്പം തന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇതിനെക്കുറിച്ച് പരോക്ഷമായി സഹായിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഈ പാർട്ടിയെ. ഏതായാലും അങ്ങനെയുണ്ട്. ഇപ്പൊ ഈ ലോകത്തിൽ വിവിധയിടങ്ങളിൽ നടക്കുന്നത് ഇങ്ങനെയാണ്. പണ്ടും ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നിലപാടുകളും മറ്റുമൊക്കെ ഇത്തരം രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും. ഇതിലേക്കാണ് ഈ ഇലക്ഷൻ ടൈമിൽ, അതായത് ഡൊണാൾഡ് ട്രംപ് മത്സരിക്കുന്ന ടൈമിൽ നമ്മുടെ നരേന്ദ്രമോദിയെ വലിച്ചഴയ്ക്കാൻ നോക്കി. ഈ ഇലക്ഷൻ ടൈമിൽ ധനുഷിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല, നരേന്ദ്രമോദിയുടെ ഒരു അമേരിക്കൻ സന്ദർശനം ഉണ്ടായിരുന്നു. അപ്പോൾ ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞു, മോദി വരുമ്പോ എന്നെ കാണാതെ പോകില്ല, മോദി എന്നെ കാണുമെന്നുള്ളത്. അപ്പൊ എല്ലാവരും ഉറ്റുനോക്കിയ കാര്യം നരേന്ദ്രമോദി അദ്ദേഹത്തെ കാണുമോ എന്നുള്ളതായിരുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പോളിസി അനുസരിച്ച് നമ്മൾ ഒരു രാജ്യത്തിന്റെയും രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ ഇടപെടാറോ അഭിപ്രായം പറയാറോ ഇല്ല. അപ്പൊ അന്ന് എല്ലാവരും കരുതി ട്രംപിനെ കാണുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ചോദ്യം. കാരണം കണ്ടു കഴിഞ്ഞെങ്കിൽ അതൊരു വലിയ വിവാദം ഇന്ത്യയിലായിരുന്നു ആയാലും. പക്ഷെ കണ്ടില്ല, അദ്ദേഹം കാണാതെ പോയി. കാരണം നമ്മുടെ രാജ്യത്തിന്റെ ഒരു രീതി അതായതുകൊണ്ട്. പക്ഷെ അദ്ദേഹം കാണാതെ വന്നപ്പോഴും ഇന്ത്യയിൽ വലിയ വിവാദം ഉണ്ടായി, കേരളത്തിലടക്കം.
ട്രംപിനെ കാണാതെ മോദി മടങ്ങി എന്ന് പറഞ്ഞിട്ട് വലിയ തലക്കെട്ട കൂടി വാർത്ത വന്നിരുന്നു. അപ്പം ഇതുണ്ട്. ഈ അതുപോലെ തന്നെ ഇന്ത്യ അങ്ങനെ ഒരു രാജ്യങ്ങളുടെ തെരഞ്ഞെടുപ്പ് അഭിപ്രായം പറയാറുണ്ട്. പക്ഷെ നമ്മളുടെ അയൽ രാജ്യങ്ങളിലൊക്കെ നമ്മളുടെ ഇടപെടലുകൾ ഈ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ട് എന്ന് പലരും പറയുന്നു, വിശ്വസിക്കുന്നു. ബംഗ്ലാദേശിലെ ഷേഖ് ഹസീനയുടെ കാര്യത്തിലായാലും, ശ്രീലങ്കയിലെ മുൻ സർക്കാരിന്റെ കാലത്തായാലും, മാലിയിലെ മുൻ സർക്കാരിന്റെ കാലത്തായാലും, ഈവൻ നേപ്പാളിൽ അത് ഈ പ്രചണ്ഡ സർക്കാർ, നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാലങ്ങളായിട്ട് പറയുന്നതാണ് ഇന്ത്യയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നവരാണെന്ന് പറയും. എന്നാൽ പ്രചണ്ഡ അധികാരത്തിൽ വന്നിട്ടുണ്ട്, അതിന്റെ പിന്നിലും ഈ കേന്ദ്ര സർക്കാരാണെന്ന് പ്രതിപക്ഷവും പറയാറുണ്ട്. ഷേഖ് ഹസീനെ നിലനിർത്തിയത് ഇന്ത്യൻ സർക്കാരാണെന്ന് പറയുന്നു. അതുപോലെ മ്യാൻമാറിന്റെ വിമത ഗ്രൂപ്പിന് എല്ലാ സഹായവും ചെയ്ത് നമ്മളാണെന്ന് പറയുന്നു. ഇതിനൊന്നും തെളിവുകൾ ഹാജരാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ കണ്ടതാണ് ഈ ഇപ്പോഴത്തെ പുതിയ ശ്രീലങ്കയുടെ പുതിയ ഭരണാധികാരി അധികാരമേറ്റ അദ്ദേഹം ആദ്യം സന്ദർശിക്കുന്ന വ്യക്തി നരേന്ദ്രമോദി. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇന്ത്യയാണ് പിന്തുണച്ചെന്ന് പറയാം. ഇനി പരോക്ഷമായിട്ട് എന്തെങ്കിലും സഹായം ഭരിക്കുന്ന സർക്കാരോ, അതായത് നമ്മുടെ രാജ്യത്തിന് നിലപാടുകൾക്ക് ഒപ്പം നിൽക്കുന്നതിന് സഹായകരമായിട്ടുള്ള ഭരണാധികാരികളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ചിലപ്പോൾ സഹായം ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയുകയുമില്ല. ഇതിനൊന്നും തെളിവുകളില്ല, നമ്മൾ ഇടപെട്ടു എന്ന് മാത്രമാണ് പറയുന്നത്. ഇതിനിടെ കാനഡയിലെ നമ്മുടെ ട്രൂഡോ പറഞ്ഞിരുന്നു, കാനഡയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്, അവിടെ വലിയ പ്രശ്നം ഇന്ത്യ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ത്യ അങ്ങനെ ഇതുവരെ ശ്രമിച്ചതായിട്ട് എങ്ങും നമ്മൾ കേട്ടിട്ടുമില്ല, ഒന്നുമില്ല. ഏതായാലും നമ്മുടെ പേര് ചേർത്ത് വരാത്ത ഒരേ ഒരു രാജ്യം പാകിസ്ഥാനാണ്. കാരണം അവരുടെ ഏത് സ്ഥാനാർത്ഥി മത്സരിച്ചാലും ഇന്ത്യ വിരുദ്ധത പറഞ്ഞാലേ വോട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു പേര് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ലോകത്ത് ആകമാനം ഇപ്പോൾ ഗ്രസിച്ചിരിക്കുന്ന ഭീകരവാദം, ആ ഭീകരവാദത്തിന് ഇല്ലാതാക്കണമെന്ന് ജനം ചിന്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾ ഉയർന്നു വരുന്നത്. അതല്ലാതെ ഈ പാർട്ടികൾ മുൻപോട്ട് വെക്കുന്ന മാനിഫെസ്റ്റോയുടെ അടിസ്ഥാനത്തിലല്ല, പാർട്ടികൾ ഉയർത്തുന്ന ഒരു മുദ്രാവാക്യം, ഈ പാർട്ടി വരണം, ഈ പാർട്ടി വന്നാലേ തങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ, ഇല്ലെങ്കിൽ തങ്ങളുടെ രാജ്യം കുട്ടിച്ചോറാകും, ഭീകരവാദികൾ കഴിഞ്ഞാട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കുമെന്ന്. ബ്രിട്ടൻ അതിന്റെ ഒരു വലിയ തിരിച്ചടി കണ്ടതാണ്. ബ്രിട്ടനിൽ ഒരാഴ്ച മുമ്പേ ഒരു കലാപം നമ്മൾ കണ്ടതാണ്. ഇതിന്റെ ഒരു ഇമ്പാക്ട് തന്നെ ആയിരുന്നു അവിടുത്തെ റിഫോംസ് UK എന്ന് പറയുന്ന പാർട്ടി നേടിയ 5% സീറ്റും 18% വോട്ടും. വളരെ ചെറിയൊരു പാർട്ടിയാണ്, കാരണം അവരും ഉയർത്തുന്നത് ഇത് തന്നെയാണ്. അപ്പൊ ഭീകരവാദം എത്രത്തോളം നമ്മുടെ ലോകത്തെ പിടിമുറുക്കിയെങ്കിൽ ഇന്ന് ജനങ്ങൾ സ്വയം പ്രതിരോധിക്കാൻ തയ്യാറെടുക്കുകയാണ്. ജനം പ്രതിരോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അവർക്ക് താല്പര്യമുള്ള, അതായത് അവരെ രക്ഷിക്കുമെന്ന് അവർക്ക് വിശ്വാസമുള്ള സർക്കാരിനെ അധികാരത്തിലേറ്റിക്കൊണ്ട് അവരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനാണ് എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ മുൻഗണന കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഫ്രാൻസിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരുന്നു, ആ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ഒരുപക്ഷെ ഈ നാഷണൽ റാലി എന്ന് പറയുന്ന ഈ ദേശീയ ചിന്താഗതിയുള്ള വലതുപക്ഷ പാർട്ടി അധികാരത്തിൽ വരാനുള്ള സാധ്യതകളാണ് ഏറെ പേരും പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ യൂറോപ്പിൽ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും ആ ചിന്താഗതിയാണ്. ട്രംപ് എടുത്തിരിക്കുന്ന നിലപാടും അത്തരത്തിൽ തന്നെയാണ്. ട്രംപ് ആ നിലപാട് എടുക്കുന്നതിനുണ്ടായ കാരണവും ഇത് തന്നെയാണ്. കാരണം എല്ലായിടത്തും ഒരു വലതുപക്ഷ ചിന്താഗതി കടന്നു വരുന്നു, ദേശീയത കടന്നു വരുന്നു, സുരക്ഷയ്ക്ക് എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നു. അതിൽ പിടിച്ചാണ്. മുൻപ് അങ്ങനെ ആയിരുന്നില്ല. മതേതരത്വവും അഭയാർത്ഥികളെ സ്വീകരിക്കുന്നുള്ള വിശാല മനസ്കതയും ഒക്കെ ആയിരുന്നു ഗ്രേസ് മാർക്ക് കിട്ടുന്ന കാര്യങ്ങളെങ്കിൽ ഇപ്പോഴതില്ല എന്നുള്ളതാണ്. നേരെ തിരിഞ്ഞു വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഈ 10 വർഷത്തുണ്ടെങ്കിൽ ലോകത്താകമാനം, യൂറോപ്പിലും ഒപ്പം തന്നെ ഇന്ത്യയിലുമൊക്കെ ഉണ്ടായ ഒരു വലിയ മാറ്റമാണ് ഈ കാണുന്നത്. അതായത് ദേശീയത മാത്രമല്ല, ദേശീയ സുരക്ഷയും ജനങ്ങൾ വലിയ പ്രാധാന്യത്തോടെ കാണുന്നു എന്നുള്ളത്. അതുമാത്രവുമല്ല, പരമ്പരാഗതമായിട്ടുള്ള സഖ്യങ്ങളും അച്ചുതണ്ടുകളിലും ഇപ്പോൾ ഒരു രാജ്യവും വിശ്വസിക്കുന്നില്ല. ഈവൻ ഗൾഫ് രാഷ്ട്രങ്ങൾ പോലും, അറബ് രാഷ്ട്രങ്ങൾ പോലും വിശ്വസിക്കുന്നില്ല. കാരണം മുമ്പ് ഈ സൗദി അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയുടെ സഖ്യകക്ഷികളോ ആയിട്ടുള്ള ട്രേഡിങ്ങും കാര്യങ്ങളുമാണ് മുൻപോട്ട് പോയെങ്കിൽ ഇന്ന് അവർ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് കൂടുതൽ അടുത്ത് രമ്യതപ്പെട്ട് ബിസിനസ്സുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. അതായത് പരമ്പരാഗതമായ സഖ്യങ്ങൾ പൊളിയുന്നു, പരമ്പരാഗതമായ ആ ഒരു ഇതുവരെ നമ്മുടെ ലോകത്തുണ്ടായിരുന്ന ക്രമം പൊളിയുന്നു. പകരം ലോകത്തെമ്പാടും വലതുപക്ഷ രാഷ്ട്രീയം ശക്തി പ്രാപിക്കുന്നു. ഈ വലതുപക്ഷ രാഷ്ട്രീയം ശക്തി പ്രാപിക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ 2 ഭാഗമുണ്ട്. ഒന്ന് ഗുണമുണ്ടെങ്കിൽ ദോഷവുമുണ്ട്. ഗുണം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീവ്രവാദികൾക്ക് വലിയ തിരിച്ചടികൾ ലോകമെമ്പാടും നിന്ന് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ടാണ് ഒരു തീവ്രവാദി ഒരു രാജ്യത്ത് പിടിമുറുക്കുന്നത്? അവിടുത്തെ ഭരണകൂടം ദുർബലമാകുമ്പോഴാണ് തീവ്രവാദികൾക്ക് വിളയാടാനുള്ള ഒരു അവസരമായിട്ടത് മാറുന്നത്. അങ്ങനെ വരുമ്പോൾ ലോകം ഒരുമിക്കുന്ന ഒരു കാഴ്ച. ഇനി ഇതിന്റെ മോശം വശം കൂടെ നമ്മൾ പറയണമല്ലോ. ഒരുപക്ഷെ ഇത്തരം പാർട്ടികൾ അധികാരത്തിൽ വന്നാൽ ആ പാർട്ടികൾ ഈ പറയുന്നതിനൊക്കെ ഫാസിസത്തിലേക്കോ ഇല്ല എങ്കിൽ മുസോളിനിയുടെ ലൈനിലോ ഒക്കെ പോകാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ ഹിറ്റ്ലറുടെ ലൈനിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുമാണ്. അത് തന്നെയാണ് ഈ പറയുന്നത് ജർമ്മനിയിൽ വന്നിരിക്കുന്നത് മുസോളിനിയുടെ പിൻഗാമികളാണ് എന്നൊക്കെ അവർ പറയുന്നതിന്റെ കാരണം അതാണ്. ഏകാധിപത്യത്തിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്.
ഇല്ലെങ്കിൽ അവർ പിടിച്ചടക്കാം. അപ്പൊ ഇതാണ് അതിന്റെ ദോഷവശം. പക്ഷെ അതിന്റെ ഗുണവശം ഇതാണ്, ജനങ്ങൾ ഇവരെ തിരഞ്ഞെടുക്കുന്നത് വെറുതെയല്ല. ഇത്തരം പാർട്ടികൾ വളരെ വേഗം വളർച്ച പ്രാപിക്കുന്നതും കരുത്താകുന്നതിന്റെ കാര്യങ്ങൾ ജനങ്ങൾക്കൊപ്പം, ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഞങ്ങളുണ്ട്, നിങ്ങൾക്കൊരു അപകടം പറ്റിയാൽ ഞങ്ങളുണ്ട് എന്ന് പറയുന്നതുകൊണ്ടാണ്. അതായത് അവിടെ അവർ തങ്ങളുടെ പൗരന്മാരെ രക്ഷിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട്. അതായത് ലോകത്തിന്റെ ഇത് കാര്യങ്ങൾ മാറി മറിയുന്നു, ലോകത്തെമ്പാടും വലതുപക്ഷ രാഷ്ട്രീയം ശക്തിപ്പെടുന്നു എന്ന് മാത്രവുമല്ല, വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പാർട്ടികൾ, അത് ചെറിയ പാർട്ടിയാണെങ്കിലും രൂപീകരിച്ചിട്ട് അധികം വർഷമാകാത്ത പാർട്ടിയാണെങ്കിലും അതിനെ ജനങ്ങൾ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ്. മുൻപ് നമ്മൾ തമ്മിൽ നടത്തിയ ഒരു ചർച്ചയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ജർമ്മനിയിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരുപക്ഷെ ഈ പറയുന്ന പാർട്ടി, അന്ന് നമ്മൾ ചർച്ച നടത്തുമ്പോൾ ഈ പാർട്ടി തെരഞ്ഞെടുപ്പ് ഒന്നും ആയിട്ടില്ലായിരുന്നു, തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഈ പാർട്ടി വലിയ ശക്തി തന്നെ പ്രകടിപ്പിക്കുന്നു. കാരണം അവിടെ അടിക്കടി ഉണ്ടാകുന്ന, ജർമ്മനി അടിക്കടി ഉണ്ടാകുന്ന ഈ അവിടുത്തെ ആഘോഷങ്ങളിലൊക്കെ ട്രക്ക് കയറ്റിക്കൊല്ലുക, അതുപോലെ തന്നെ കത്തിക്കുത്ത്, ഇതിനകത്തൊക്കെ അവര് വലിയ ടെൻഷനിലായിരുന്നു അവിടുത്തെ ജനം. അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ കാണണം. ഇതിനെ നമുക്ക് ലോകത്തിന്റെ എന്ന് പറയാം, യൂറോപ്പിന്റെ മാത്രമല്ല ലോകത്തിന്റെ എന്ന് പറയാം. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ ഒരു ഗ്രൂപ്പ് ശക്തമായി തന്നെ മുൻപോട്ട്, കഴിഞ്ഞ ദിവസം മെലോണിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, ഞാനും ട്രംപും മോദിയും ചേർന്ന് കഴിഞ്ഞാൽ അതെന്തോ പ്രശ്നമാണെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അതായത് അവര് ഉയർത്തി ഈ ഭരണാധികാരികളുടെ എല്ലാം ഒരു കോമൺ നേച്ചർ, ഈ ഭരണാധികാരികൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു കോമൺ നേച്ചർ എന്താന്ന് വെച്ചാൽ അതിതീവ്ര ദേശീയത തന്നെയാണ്. അവിടെയാണ് ഇതിന്റെ ഒരു വലിയ ഭവിഷ്യത്ത് ഭീകരവാദികൾക്ക് നേരിടേണ്ടി വരുന്നത്. അതായത് ചെറിയ ആക്രമണം പോലും ഇവർക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. ശക്തമായിട്ടുള്ള ഒരു പ്രത്യാക്രമണത്തിന് ഈ രാജ്യങ്ങളും ഈ പാർട്ടികളും ഒക്കെ തയ്യാറെടുക്കുന്ന കാഴ്ച. ഏതായാലും ശുഭകരം എന്ന് നമുക്ക് പറയാം. ഇത് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ഭാഗത്തേക്കാണ് ഇവരൊക്കെ നീങ്ങുന്നതെങ്കിൽ അത് അത്ര ശുഭകരമായിരിക്കുകയുമില്ല. പക്ഷെ ഏതായാലും സമീപ ഭാവിയിൽ നിന്നും അത്തരത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളുള്ള ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ലോകത്തെമ്പാടുമുള്ള ഏകാധിപത്യ രാജ്യങ്ങളൊക്കെ ഇപ്പോൾ വലിയ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഏകാധിപത്യത്തിന് വലിയ സ്ഥാനം ഇപ്പോൾ ലോകത്തെങ്ങും കാണുന്നില്ല. പകരം ജനാധിപത്യത്തിന്റെ വഴികളിലൂടെ തന്നെയാണ് ഇപ്പൊ പല രാജ്യങ്ങളും പോകുന്നത്. ഏകാധിപത്യ രാജ്യങ്ങളൊന്നും ഇപ്പൊ നമുക്ക് പറയാനായിട്ട് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. കമ്മ്യൂണിസ്റ്റ് ചൈന, കമ്മ്യൂണിസ്റ്റ് അല്ല, അവരും ജനാധിപത്യത്തിൽ കൂടെയാണ്, അവരും തെരഞ്ഞെടുപ്പാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ തന്നെയാണല്ലോ ഇതിന്റെ ഓരോ പദവിയിലേക്ക് വെക്കുന്നത്. അപ്പൊ അതിനെ തെരഞ്ഞെടുപ്പ് എന്ന് വേണേൽ പറയാം. ഏകാധിപത്യമാണ് അത് വേറെ കാര്യം. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നത്, ഞാൻ തന്നെ പ്രസിഡന്റ് എന്നാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ തന്നെ അങ്ങനെയാണത്, അതാണ് പാർട്ടിയുടെ സിസ്റ്റവും അത് തന്നെയാണ്. പക്ഷെ അതിനെ നമ്മൾ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പാണല്ലോ. അവരുടെ വലിയ വാർത്തയൊക്കെ അവർ കൊടുക്കാറുണ്ട്, ഞങ്ങളുടെ അവരുടെ പാർട്ടി പ്ലീനറികളും അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പുകളെയൊക്കെ കുറിച്ച് പാർട്ടിക്ക് അകത്ത് നടക്കുന്നു. ഇങ്ങനെയുള്ള ഈ കേഡർ പാർട്ടികൾ, കേഡർ പാർട്ടി എന്ന് നമുക്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാ, ഈ BJP-യുടെ ആയാലും CPM-ന്റെ ആയാലും കേഡർ പാർട്ടികളാണ്. ഇവിടെ അതിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ വോട്ടെടുപ്പിൽ കൂടെയാണോ ജയിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വലിയ ഗവേഷണം നടത്തേണ്ടി വരും. നമുക്കറിയാം ഇവിടെ ഈ താഴെത്തട്ടിലൊക്കെ തെരഞ്ഞെടുപ്പ് തന്നെയാണ്, ബൂത്ത് അടിസ്ഥാനത്തിലോ ബ്രാഞ്ച് അടിസ്ഥാനത്തിലൊക്കെ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. പക്ഷെ മോൾത്തട്ടി വരുമ്പോൾ ഇതിന്റെ അധ്യക്ഷൻ ആരാകുമെന്നുള്ള കാര്യത്തിൽ വോട്ട് ചെയ്തവന് പോലും പിടുത്തമില്ല. കാരണം ഈ വോട്ട് ചെയ്ത രണ്ടുപേർക്കാണെങ്കിലും മൂന്നാമതൊരു അധ്യക്ഷൻ വന്നു കയറുന്ന ഒരു കാഴ്ചയാണ്. അത് കേഡർ പാർട്ടിയുടെ ഒരു പൊതു സ്വഭാവമാണ്. കാരണം ആ പാർട്ടിയുടെ കെട്ടുറപ്പിന് വേണ്ടിയിട്ട് ആര് വേണോ അതിന് അവർ നിശ്ചയിക്കുകയാണ്. അത് തന്നെയാണ് ചൈനയിൽ സംഭവിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് അതിന് ജനാധിപത്യം എന്ന് പറയാൻ പറ്റത്തില്ല, പാർട്ടി തെരഞ്ഞെടുപ്പ് തന്നെയാണത്. എന്തായാലും ജർമ്മനിയിൽ പുതിയ ഭരണം വരാൻ പോവുകയാണ്. ഇതോടുകൂടി കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നാണ് ജർമ്മൻ ജനത പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ തീരുമാനമാക്കും എന്ന് പറയുന്ന ആ സഖ്യം തന്നെയാണ് ജർമ്മനിയിൽ ഭരിക്കാൻ പോകുന്നത്. ഇനി ക്രിസ്ത്യൻ ഡെമോക്രാറ്റ്സ് ആണ്, ഒരു ക്രിസ്ത്യൻ ഭരണമായിരിക്കും, ക്രിസ്ത്യൻ ഡെമോക്രാറ്റ്സ് ആണ് അവിടെ ഭരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.